അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമുക്കുണ്ടാകേണ്ടത് ക്രിസ്തുവിന്റെ ഭാവമാണ്. യേശു ക്രിസ്തുവിന്റെ സ്വഭാവം താഴ്മയുടെ, സ്നേഹത്തിന്റെ, സഹനത്തിന്റെ, പ്രത്യാശയുടെ, സന്തോഷത്തിന്റെ ഒരു മനോഭാവം നമുക്കുണ്ടായാൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായ നല്ല വഴികൾ നമുക്കായി ദൈവം തുറക്കും. പലപ്പോഴും ദൈവമക്കളെ നമ്മൾ മനുഷ്യരെ നോക്കി അനുകരിക്കുന്നവരായി തീരുകയാണ്. മാനുഷിക ചിന്തകളും മാനുഷിക വാക്കുകളുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുക, നിങ്ങൾ ക്രിസ്തുവേശുവിന്റെ ഭാവം നിങ്ങൾക്കുണ്ടാകണം, സ്വഭാവം ഉണ്ടാകണം. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ സ്വഭാവം താഴേണ്ട ചിലയിടത്ത് നിങ്ങളൊന്ന് താഴെ വിട്ടുകൊട്. എല്ലാ മേഖലകളിലും നമ്മൾ തന്നെ ജയിച്ചു വരണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? നമ്മളൊന്ന് താണു കൊടുക്കുക, നമ്മളൊന്ന് വീട് കൊട്. നമ്മുടെ കുടുംബജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും മറ്റു പല ജോലി മേഖലയിലൊക്കെ ആണെങ്കിലും നമ്മൾ ചിലയിടത്തൊക്കെ ഒന്ന് താണു കൊടുക്കുവാൻ, അർത്ഥാൽ നമുക്കൊന്ന് ക്ഷമിക്കാൻ മനസ്സുണ്ടായാൽ വലിയ കാര്യങ്ങളാണ് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ക്ഷമയുടെ മാതൃക കർത്താവിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. കുരിശിൽ കിടക്കുമ്പോഴും കർത്താവ് പറഞ്ഞൊരു പ്രാർത്ഥന ഇതാ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. തന്നെ ചാട്ടവാറ് കൊണ്ട് അടിച്ച് തന്നെ വേദനിപ്പിക്കുമ്പോൾ അവരെ നോക്കിക്കൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുക, ക്ഷമിക്കണമേ ഇവരോട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടാകും. നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ, നമ്മെ വേണ്ട എന്ന് പറഞ്ഞ് പോയവരോട് ക്ഷമിക്കുവാൻ, നമ്മെ തള്ളിപ്പറഞ്ഞവരോട് ക്ഷമിക്കാൻ മനസ്സുണ്ടായാൽ, നമ്മെ ഇറക്കി വിട്ടവരോട് ക്ഷമിക്കാൻ മനസ്സുണ്ടായാൽ, നിന്റെ ശുശ്രൂഷ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് നമ്മെ ഇറക്കി വിട്ടവരോട് ക്ഷമിക്കുവാൻ മനസ്സുണ്ടായാൽ, ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. യോസഫിനെ പോലെ ഉയർത്തുന്നവനായ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിലുണ്ട്. നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. ക്ഷമിക്കുവാൻ മനസ്സ്, താഴ്മയുടെ താഴ്മാശീലം നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഉണ്ടായ ദൈവം നിങ്ങളെ കരം പിടിച്ച് ഉയർത്താൻ പോകുകയാണ്. നിങ്ങൾക്കൊരു പൊട്ടക്കിണർ കാണും, നിങ്ങൾക്കൊരു ജയിലറ കാണും, നിങ്ങൾക്ക് ചില വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷേ അധൈര്യപ്പെടേണ്ട, അവിടെ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക, ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുക, ഇന്ന് പകൽക്കാലം ചില അത്ഭുതങ്ങളെ ദൈവം നിങ്ങൾക്കായി ചെയ്യാൻ പോകുകയാണ്. നിങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ശത്രു എത്രയധികമായി നിങ്ങളെ കെട്ടി ഒതുക്കി വെച്ചാലും നിങ്ങൾ ക്ഷമയോടെ അവിടെ കാത്തിരിക്കുക. യോബ് പറഞ്ഞതുപോലെ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കാം. ദൈവം നന്മ തന്നു, ഇനിയും തിന്മ തന്നാലും അത് പ്രാപിപ്പാൻ നമ്മൾക്ക് മനസ്സുണ്ടാകണമെന്ന് യോബ് പറഞ്ഞതുപോലെ, ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയുടെ നടുവില്, വേദനയുടെ നടുവില്, ഒറ്റപ്പെടലുകളുടെ മുൻപില് നമ്മളൊന്ന് സഹനത്തോടെ ഇരുന്നുകൊണ്ട് ദൈവം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. ആകയാൽ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ സഹിപ്പാനും വഹിപ്പാൻ കൃപ പ്രാപിക്കുക. ദൈവം നിങ്ങളെ ഉയർത്തും. നഷ്ടപ്പെട്ടതൊക്കെ ദൈവം നിങ്ങൾക്ക് തിരിച്ചു നൽകും. ഒന്നിന്റെയും പുറകെ നിങ്ങൾ ഓടണ്ട. നിങ്ങൾ പ്രാർത്ഥനയോട് ഉപവാസത്തോട് ചെലവഴിക്കുക. നിങ്ങളെ തേടി സകല നന്മയും നിങ്ങളുടെ അടുകിൽ വരും. ആകയാൽ ഇന്ന് പകൽക്കാലം അതിനായി കാത്തിരിക്കുക, ഉറപ്പോടെ ഇരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.